ആണെന്ന് കേൾക്കാൻ കാത്തിരിക്കുന്നവരെ ഒരൊറ്റ വരി കൊണ്ടുപോലും ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം ശ്രീ ശശി തരൂർ, മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് കേൾക്കുന്ന ആൾക്ക് ഒരു സംശയവുമില്ലാതെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളാണ് താങ്കൾ, അല്ലേ? താങ്ക് യു. അതാണ് എന്റെ വിശ്വാസം. പക്ഷെ ചിലര് പറയുന്നു, അയ്യോ ഇയാൾ പറയണമെന്ന് മനസ്സിലാവുന്നില്ല, ഡിക്ഷണറി കൊണ്ടുവരണം. അതൊന്നും സത്യമല്ല. ഞാൻ നേരിട്ട് പറയുന്ന ഒരാളാണ്, സാധാരണ ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളാണ്. ട്രോളുകൾ ചില കാര്യങ്ങൾ പറയും, അതിന് ഞാനും അതിൻ്റെ ഒപ്പം കളിക്കും ചിലപ്പോൾ. പക്ഷെ അല്ലെങ്കിൽ ഞാൻ മനസ്സിലുള്ളത് നേരിട്ട് പറയുന്നത് മാത്രമല്ല, അത് പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിലേ പറയുള്ളൂ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരുടെ ഒക്കെ മനസ്സിലുണ്ടാകുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒരു റാപ്പിഡ് ഫയർ പോലെ അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടാവും. അത് ആദ്യം തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് സ്വതന്ത്രമായി കുറച്ചുകൂടി വിശാലമായി അങ്ങയുടെ ചോദിച്ച ചോദ്യം ഞാൻ ഷാനി പ്രഭാകരനെ തീരെ പരീക്ഷിക്കുന്നില്ല. ഇല്ല, ഞാൻ നേരിട്ടേ ചോദിക്കുള്ളൂ. ഏറ്റവും ആദ്യത്തെ ചോദ്യം, ശ്രീ ശശി തരൂർ കോൺഗ്രസ് പാർട്ടി വിടുമോ? ഇത് എന്താ എന്നോട് മാത്രം ഇങ്ങനൊരു ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന എനിക്കറിയണം. ഇത് 16 വർഷമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആത്മാർത്ഥതയോടെ 16 വർഷങ്ങളായി. ഇടയിൽ ഒരു 100 പ്രാവശ്യമെങ്കിലും ആൾക്കാർ റിപ്പോർട്ട് ചെയ്തത് ഞാൻ ഇവിടെ പോവും, ആ പാർട്ടിക്ക് മാറും, ഈ പാർട്ടി വിടും. ഇത് വല്ല പ്രസക്തി ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഷാനിക്കൊരു പുതിയൊരു ഷാനി ചോദ്യം ചോദിക്കും. പക്ഷെ ഈ ചോദ്യത്തിന് ഇതുവരെ ആരുടെയും മുന്നിൽ ഉത്തരം ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ അത് പിന്നെയും വരുന്നത്. ഇല്ല, ഉത്തരം കൊടുത്തിട്ട് മടുത്തു എന്നാണ് സത്യം പറയണത്. ഈ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ആ ചോദ്യത്തിന് നേരിട്ടൊരു ഉത്തരം കൊടുത്തൂടെ? എനിക്ക് നേരിട്ട് പറയാൻ എന്താ ബുദ്ധിമുട്ട്? ഞാൻ നേരിട്ട് ഞാൻ എവിടെ ഇരിക്കണം? ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു MP ആയിട്ട് പാർലമെന്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വിടാൻ ഒരു വിരലും കൂടി ഇതുവരെ എടുത്തിട്ടില്ല. ആരും എന്നെ വിടാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അല്ല, അത് ഞാൻ പറയുന്നില്ല, സോറി. ചിലവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ എന്നോട് നേരിട്ട് എന്തായാലും എന്റെ പാർട്ടി അതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, റാപ്പിഡ് ഫയറിന്റെ അടുത്ത ക്വസ്റ്റ്യൻ, BJP താങ്കൾക്ക് യോജിക്കാൻ കഴിയുന്ന പാർട്ടിയാണോ? ചില വിഷയത്തിൽ എനിക്ക് അവരെ യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയ മര്യാദയാണ്. എല്ലാവരെയും കണ്ട് സംസാരിക്കണം, എല്ലാവർക്കും നമ്മൾ ബഹുമാനം കൊടുക്കണം, എല്ലാവരുടെയും വിശ്വാസങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. BJPയുടെ എല്ലാവരും വർഗീയത ഒരാളാണെന്ന് പറയാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ BJPയുടെ ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി, ഒരു പാർട്ടിക്കൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് ഹിന്ദുത്വ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അതിലാണ് ഒരു വലിയൊരു അഭിപ്രായ വ്യത്യാസം. കാരണം നിങ്ങൾക്കൊരു പക്ഷെ അറിയില്ല, രാഷ്ട്രീയത്തിൽ വന്നിട്ട് 16 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് 45 വർഷമായി. അപ്പോൾ ഞാൻ പുസ്തകങ്ങളിലും ആർട്ടിക്കിൾസിലും കോമന്ററീസിലും പ്രഭാഷണത്തിലും ഒക്കെ എന്റെ സങ്കല്പം ഭാരതത്തെക്കുറിച്ച്, എന്റെ കാഴ്ചപ്പാടും എന്റെ വിശ്വാസവും, എങ്ങനെയാണ് നമ്മുടെ രാജ്യം ഒരു വലിയൊരു സിവിലൈസേഷനായി മാറി വന്നത്, എന്താ ഇതിന്റെ നാഷണൽ ഐഡന്റിറ്റി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ എപ്പോഴും നമ്മുടെ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച്, നമ്മുടെ ബഹുസ്വരതയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇതാണ് എനിക്ക് ഒന്നാം കാര്യം ഒരു മലയാളിയായിട്ട്, രണ്ടാം കാര്യം ഇന്ത്യ മുഴുവൻ കണ്ട് ഒരു സർക്കാർ വരുമ്പോൾ സർക്കാർ കൊടുക്കുന്ന ഉത്തരവാദിത്തം നമ്മൾ മനസ്സിലാക്കി ചെയ്യണം. തീർച്ചയായും അത് യോജിക്കാവുന്ന കാര്യമാണ്. പക്ഷേ സ്വച്ഛ ഭാരതിന്റെ പേരിൽ, എന്ന് വെച്ചാൽ തെരുവുകൾ വൃത്തിയാക്കുന്നതിന്റെ പേരിൽ ഈ രാജ്യത്തെ പൗരന്മാർക്കിടയിൽ 2 തരം പൗരന്മാരുണ്ട് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെയും ആ രാഷ്ട്രീയത്തെയും മറ്റെല്ലാം മറന്നുകൊണ്ട് നമ്മൾ വികസനം കൊള്ളാം, അതുകൊണ്ട് അംഗീകരിക്കാം എന്ന് കരുതാൻ താങ്കൾക്ക് പറ്റുമോ? അല്ല, അദ്ദേഹം അങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ കാണുന്നത് ഒരു സമുദായത്തിന്റെ എതിരെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം നമ്മൾ ആർക്കും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു പെരുമാറ്റം അവരുടെ പാർട്ടിക്കുണ്ട്. പക്ഷേ തുറന്നു നോക്കുകയാണെങ്കിൽ, ഞാൻ ഒരിക്കൽ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു, ഇതൊക്കെ ആവശ്യമുണ്ടോ, എന്തിനാണ് നിങ്ങളുടെ പാർട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം പറയും, ഞങ്ങളുടെ ഏത് പദ്ധതിയും ഒരു വ്യക്തിയുടെ സമുദായം നോക്കിയിട്ടാണോ ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കണമെന്ന് ചോദിക്കുന്നത്. അതിന് മറുപടിയില്ല. കാരണം ഇതുവരെ ഞാനൊരു പരാതി കണ്ടിട്ടില്ല. ഒരു സിലിണ്ടർ കൊടുക്കണത് മുസ്ലിം കൊടുത്തില്ല, വലിയ ഉദാഹരണമാണ്. അതിന് ഞാൻ എതിരിച്ചുവല്ലോ. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ആണ് ഞങ്ങൾ പറയുന്നത്. ഈ പൗരത്വത്തിനെ അതിന് ചാലഞ്ച് ചെയ്യണത്. അതുമാത്രമല്ല, അതിന്റെ ഒപ്പം പ്രത്യേകിച്ച് ചില ബോർഡർ സംസ്ഥാനങ്ങളിൽ, എന്നാൾ നമ്മൾ കണ്ടു ബംഗാളിലും ആസാമിലും ചില പ്രശ്നങ്ങൾ വരുന്നത്, അതില് ചില അന്യായങ്ങൾ സംഭവിച്ചിരുന്നൊരു സംശയമില്ല. അതിനെതിരെ
നമ്മുടെ ജനാധിപത്യത്തിൽ നമുക്ക് സംസാരിക്കാനുള്ള അവകാശവുമുണ്ട്, അത് ചെയ്യുകയും ചെയ്യണം. അതിൻ്റെ ഒപ്പം സർക്കാരിനൊപ്പം ഇടപെടാൻ സാധിക്കും. ഞാൻ എൻ്റെ ഒരു പാർട്ടിയുടെ ഒരു സുഹൃത്ത്, ഒരു ബംഗാളിൻ്റെ ഒരു മുസ്ലിം MP എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ സഹായം അഭ്യർത്ഥിച്ചു. അദ്ദേഹം അറിയുന്ന ഒരു വ്യക്തിയെ ബംഗ്ലാദേശിലേക്ക് ഡിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടനെ ഹോം മിനിസ്റ്റർക്ക് എഴുതി, ഇത് ശരിയല്ല, ഇത് ഇദ്ദേഹത്തിൻ്റെ ഡോക്യുമെന്റ്സ് കടലാസുകളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ എഴുതി ഇദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. ഇയാളെ അവർ തിരിച്ചു വിളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട്. പക്ഷെ പറയുന്നത്, അന്യായങ്ങൾ സംഭവിക്കുമ്പോൾ ആ അന്യായങ്ങളുടെ എതിരെ സംസാരിക്കാൻ നമ്മൾ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. അതിൽ ജനാധിപത്യത്തിന്റെ അർത്ഥം. പക്ഷേ അതിനൊപ്പം ഈ സർക്കാർ പറയുന്നത് നമ്മുടെ രാജ്യത്തിൽ ആർക്കാണ് താമസിക്കാൻ അവകാശം. ഞാൻ എൻ്റെ ആദ്യത്തെ അന്താരാഷ്ട്ര പ്രവർത്തനം റെഫ്യൂജീസിന് വേണ്ടിയിട്ടായിരുന്നു, അഭ്യർത്ഥികൾക്ക് വേണ്ടിയിട്ട്, UN ഹൈ കമ്മീഷൻ ഓഫ് റെഫ്യൂജീസ്. അപ്പോൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഭാരതത്തിൽ ഒരു സ്പഷ്ടമായ ഒരു റെഫ്യൂജി ലോ നമുക്ക് ആവശ്യമുണ്ട്. അഭ്യർത്ഥികളെ എങ്ങനെ സ്വീകരിക്കും, എന്തായിരിക്കും പ്രൊസീജിയർ, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിദേശ വ്യക്തി നമ്മുടെ രാജ്യത്ത് താമസിക്കാൻ സാധിക്കും, ഇതൊക്കെയാണ് എൻ്റെ. പക്ഷേ ഞാൻ തുറന്നു പറയാം, ഞാൻ 3-4 ഹോം മിനിസ്റ്റർമാരെ കണ്ടിട്ടുണ്ട്, 3-4 ഹോം സെക്രട്ടറിമാരെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെ എടുത്തിട്ട് സർക്കാരിന് കൊടുത്തിട്ട് നിങ്ങൾ ഇതിനെ എടുത്തോളൂ, ആവശ്യമുള്ള മാറ്റം കൊണ്ടുവന്നോളൂ, പക്ഷെ ഒരു ബില്ല് കൊണ്ടുവരും. അതുകൊണ്ട് വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് അവകാശം കൊടുക്കാൻ സാധിക്കില്ല എന്ന് ഒരു വിശ്വാസം പക്ഷേ രണ്ട് പാർട്ടിയും. ഞാൻ ചോദിക്കുന്നത് വിദേശത്ത് നിന്ന് വരുന്നവരെ കുറിച്ചല്ല, അഭയാർത്ഥികളെ കുറിച്ചല്ല. ഇന്ത്യക്കാരായി ജനിച്ച ആളുകളിൽ ഒരു സമുദായം മാത്രം നോക്കി നമ്മുടെ പ്രധാനമന്ത്രി പറയാണ്. അതിനൊരു കണക്കുണ്ട് ശ്രീ ശശി തരൂർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 176 റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽ 116 റാലികളിലും അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗിച്ചു. നമ്മുടെ രാജ്യത്തെ പൗരന്മാർ, നമ്മളെപ്പോലെ, എന്നെ പോലെ, ശ്രീ ശശി തരൂരിനെ പോലെ അതേ അവകാശങ്ങളുള്ള മനുഷ്യരെ അത് അവർ രാജ്യത്ത് ഒറ്റുകൊടുക്കാൻ നിൽക്കുന്നവരാണ്. അവർ പാകിസ്ഥാനെ സഹായിക്കും, ഇവരെ തക്കം കിട്ടിയാൽ നമ്മുടെ രാജ്യത്തെ ചതിക്കും എന്ന് ഒരു പ്രധാനമന്ത്രി പറഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വലിയ വികസനം നടത്തിയാൽ പോലും ആ പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ശ്രീ ശശി തരൂർ എന്ന വിശ്വപൗരൻ മുന്നിൽ ഉണ്ടാകുന്നത്. അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അത് മാത്രമല്ല, ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇലക്ഷന് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് നമുക്കറിയാം. എനിക്ക് ആ സമയത്തും ഞാൻ അതിനെതിരെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ആർട്ടിക്കിൾസ് ഗൂഗിൾ ചെയ്താൽ മതിയല്ലോ. നമ്മുടെ കുഴപ്പം നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒന്നാണ്, ജനങ്ങൾ ജനറലി എല്ലാം വായിക്കില്ല എന്ന് സമ്മതിക്കും, അതാണ് യാഥാർത്ഥ്യം. പക്ഷെ മാധ്യമ പ്രവർത്തകരെ വായിച്ചതുകൊണ്ടാണ് അങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലിയെക്കുറിച്ച് ഏറ്റവും ശക്തമായി വിമർശിച്ച ആളാണ്. ഈ ഹിന്ദുത്വയുടെ അമിതാധികാര പ്രയോഗത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായി ഇന്ത്യയിലെ പൗരന്മാരെ, ലോകത്തെ തന്നെ അറിയിച്ചത് താങ്കളാണ്. താങ്കളുടെ അത്രയും മികവുറ്റ ഭാഷയിൽ ലോകത്തെ അറിയിച്ച താങ്കളാണ്. പക്ഷെ ഇപ്പോൾ നരേന്ദ്രമോദി എങ്ങനെയാണ് ശ്രീ ശശി തരൂരിന് പുകഴ്ത്താൻ കഴിയുന്ന ഒരാളായി മാറിയത്? നോക്കൂ, ഞാൻ ഈ വിഷയത്തിൽ ഒരിക്കലും അദ്ദേഹത്തെ ഏത് വിധത്തിലും പിന്തുണ കൊടുത്തിട്ടില്ല. കാരണം ഞാൻ കാണുന്നത്, താങ്കൾ പറഞ്ഞ പോലെ താങ്കളോ എന്നെ പോലെ പൂർണ്ണ അവകാശത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുന്ന പൗരന്മാരെ ആക്ഷേപിക്കാൻ ഒരു ആവശ്യവുമില്ല, അത് ചെയ്യാൻ ശരിയുമല്ല. അതിനെക്കുറിച്ച് എനിക്കൊരു സംശയമില്ല. ഞാൻ പറയട്ടെ, നമ്മളുടെ രാജ്യത്തിൽ എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം, നമ്മുടെ രാജ്യത്തും ഗുണം ചെയ്യുന്നത്. ഇവരുടെ രാഷ്ട്രീയം, അവർ ഇലക്ഷൻ സമയത്ത് ഒരു കോൺസെപ്റ്റ് കൊണ്ട് ചെയ്യുന്നതായിരിക്കും, അതിന് നമ്മൾക്ക് അംഗീകരിക്കാൻ ആവശ്യമില്ല. പക്ഷെ അത് മാത്രമാണോ അവര്? അതാണ് പ്രശ്നം. അത് മാത്രമായിട്ടുണ്ടെങ്കിൽ അവരൊരു പക്ഷെ ജയിച്ചിട്ടുണ്ടാവില്ല. അവർ വികസന പ്രവർത്തനത്തെയും കൊണ്ടുവരാനും അതിന് ചൂണ്ടിക്കാണിക്കാനും അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ നിങ്ങൾ നന്ദി കാണിക്ക് വന്ന് വോട്ട് ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ അതിനും അവർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരെയും കുറിച്ച് നമുക്ക് കുറ്റം പറയാൻ അറിയാം, അത് ഇവിടുത്തെ സർക്കാരായാലോ അവിടുത്തെ സർക്കാരായാലോ. പക്ഷേ നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ ഒരു പോസിറ്റീവ് വിഷൻ, ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്, ഈ വഴിക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ മെച്ചപ്പെടുത്താൻ പോകുന്നതെന്ന് കാണിക്കാൻ അത് നമ്മൾ രാഷ്ട്രീയത്തിൽ ചെയ്യുന്നത് പോരാന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ നമ്മുടെ സംസാരം തുടങ്ങിയ മുതൽ എപ്പോഴും താങ്കൾ മറ്റേവരെ കുറിച്ച് നെഗറ്റീവ് പറയാനാണ് താങ്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയട്ടെ, നെഗറ്റീവ് നല്ലോണം എളുപ്പത്തിൽ പറയാം, അത് പറഞ്ഞിട്ടുമുണ്ട്, പറയാൻ എനിക്ക് മടിയുമില്ല. പക്ഷെ അത് മാത്രം പറഞ്ഞാൽ മതിയോ? നമ്മുടെ രാജ്യം നന്നാക്കാനോ ജനങ്ങളുടെ ഇടയിൽ നമ്മുടെ സന്ദേശം എത്തിക്കാനോ നമ്മൾക്ക് നമ്മുടെ സ്വന്തം ഒരു കാഴ്ചപ്പാട് വേണ്ടേ?
കേരളത്തിലെ സ്ഥിതിയെ നോക്കുമ്പോൾ നമുക്ക് ഈ 6 മാസത്തിനകത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ്. എന്താ നമ്മുടെ സംസ്ഥാനത്തെ സ്ഥിതി? നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ സർക്കാർ കടത്തിലാണ്. ഇന്ത്യയിലത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും രണ്ടാമത്തെ എല്ലാം വെച്ച് മോശം കടം നമ്മുടെയാണ്, കേരളത്തിന്റെയാണ്. സെപ്റ്റംബർ ആകുമ്പോഴേക്കും സർക്കാരിന്റെ റവന്യൂസ് പൂർത്തിയായി അവർ കടമെടുത്തിട്ടാണ് ശമ്പളങ്ങളും ഓണം ബോണസും കൊടുക്കുന്നത്. ഇത് ശരിയാണോ? ഇങ്ങനെയാണോ നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്? പക്ഷെ നമ്മുടെ സർക്കാരിന് മാത്രം കുഴപ്പമാണോ? കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സംസ്ഥാനങ്ങളോടുള്ള സമീപനവും അതിൽ പ്രധാനമല്ലേ? നമുക്ക് അവകാശപ്പെട്ട തുക സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ടോ? അതിനുവേണ്ടി ശ്രീ ശശി തരൂർ വാദിക്കുന്നുണ്ടോ? അല്ല, നോക്കൂ, നമുക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടണമെന്ന് ഒരു സംശയമില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഈ PM ശ്രീ വിവാദത്തെ വിഷയത്തിൽ എന്താണ് ഈ PM ശ്രീ റൂൾ പറയുന്നത്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയോ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസിയോ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് അതിന് വലിയൊരു ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. കാരണം അതിലൊരു വർഗീയതയോ ഒരു സാഫ്രണൈസേഷനോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല NEP-യിൽ. പക്ഷെ അതുണ്ടെങ്കിലും കൂടി ശരി, നമ്മുടെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കണം, നമ്മുടെ സ്റ്റേറ്റ് ടെക്സ്റ്റ് ബുക്സിൽ അത് ഇറക്കുന്നത്. പക്ഷെ ഐഡിയോളജിയിൽ നിന്നിട്ട് സർക്കാരിനെ വിമർശിച്ചിട്ട് നമ്മുടെ കേന്ദ്രത്തിൽ പണം ഒഴുക്കില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് നഷ്ടം? നമ്മുടെ നാട്ടുകാർക്കാണ് നഷ്ടം. നമ്മുടെ ഗവൺമെന്റ് സ്കൂളില് പിന്നെ റൂഫ് ലീക്ക് ചെയ്യുന്നു, വെള്ളം വരുന്നു മഴ പെയ്യുമ്പോൾ. അതിനൊക്കെ ശരിയാക്കാനോ പുതിയ ബ്ലാക്ക് ബോർഡോ ഡെസ്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ടീച്ചർമാര് ശമ്പളം സമയത്ത് കൊടുക്കാനോ സർക്കാരിന്റെ കാശ് കിട്ടുമ്പോൾ അത് വേണ്ട പറയാനുള്ളത് എന്ത് ബുദ്ധിയാണ് നമ്മൾക്ക്? ഞാൻ പറയുന്നത് ഈ നാടിനെ നന്നായിട്ട് നടത്താൻ ഒരു രാഷ്ട്രീയം മാത്രം പോരാ, ഒരു മാനേജ്മെന്റ് കപ്പാസിറ്റി, ഒരു ഗവർണൻസ് കപ്പാസിറ്റി ഉണ്ടാകും. പക്ഷെ നമ്മൾ ഗവൺമെന്റ് ഉണ്ടാക്കാം, പക്ഷെ നമ്മൾക്ക് ഗവർണൻസ് ചെയ്യാൻ അറിയുമെന്നാണ് ചോദ്യം. ഇത് നമ്മുടെ ജനാധിപത്യത്തിൽ എങ്ങനെയാണ് ഈ നാട് നന്നാക്കേണ്ടത്? നമ്മൾക്ക് ഒരു കാര്യം സ്പഷ്ടമാണ്, കേരളത്തിൽ നമ്മൾക്ക് കാശില്ല. അപ്പൊ നമ്മൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യണം. എങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യുക? അതിനെക്കുറിച്ച് വല്ല ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ കുറെ വർഷങ്ങളായി പറയുന്നു. ഈ കേരളത്തിൽ ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് വേണം. കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിൽ കർഷകരുടെ ആത്മഹത്യ അനുഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലത്തെ ആകെ ഒരു സംസ്ഥാനത്തിലെ ഇൻവെസ്റ്റേഴ്സിന്റെ ആത്മഹത്യ ഉണ്ടായിട്ടുണ്ട്. 2 കേസ് 15 വർഷത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്താ കാരണം? അവരുടെ എല്ലാ ലൈഫ് സേവിങ്സും നാട്ടിൽ കൊണ്ടുവരും. ഒരു ഫാക്ടറി വന്ന് ആരംഭിക്കാൻ ശ്രമിക്കുന്നു. എല്ലാ കാശ് ഇറക്കി ഭൂമി മേടിച്ച് ഫാക്ടറി കെട്ടിയ ശേഷമാണ് രാഷ്ട്രീയ തടസ്സങ്ങൾ, ചുവന്ന കുഴി വരൽ, പിന്നെ ഓരോരോ രാഷ്ട്രീയക്കാരുടെയും ട്രേഡ് യൂണിയൻസ് ബ്ലാക്ക് മെയിൽ കൊണ്ട് എല്ലാം നഷ്ടപ്പെടുന്നത്. അങ്ങനെ ഇനി 2 പേര് ആത്മഹത്യ ചെയ്തു. ഇപ്പൊ ഞാൻ നിങ്ങളോട് നേരിട്ട് ചോദിക്കുന്നു, നമുക്ക് ജനങ്ങളെ സന്തോഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കള് പരീക്ഷ പാസ്സായി ഉടനെ ഈ സംസ്ഥാനം വിട്ടിട്ട് ഓടിപ്പോവാൻ ആഗ്രഹിക്കേണ്ടെന്ന് നമുക്കൊരു ആലോചന ഉണ്ടെങ്കിൽ ഇവിടെ അവരെ എങ്ങനെ നിർത്താൻ പോകണം? തൊഴിൽ വേണം. തൊഴിലുണ്ടാക്കാൻ ആരാണ് ഉള്ളത്? വ്യവസായികൾ വേണം. വ്യവസായികളും ഇൻവെസ്റ്റേഴ്സിനും നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വളരെ ശരിക്കും ചെയ്യണം. ഒരു കമ്പനി സ്ഥാപിക്കാൻ അമേരിക്കയിലോ സിംഗപ്പൂരിലോ 3 ദിവസമേ ആവശ്യമുള്ളൂ. ഇന്ത്യയിലത്തെ ആവറേജ് 114 ദിവസമാണ്. കേരളത്തിൽ ലേറ്റസ്റ്റ് കഴിഞ്ഞ വർഷത്തെ ഫിഗേഴ്സാണ് 236 ദിവസം. ഇപ്പൊ നമ്മുടെ മന്ത്രി രാജീവ് പറയുന്നു ഇപ്പൊ 2 ദിവസം മതി ഒരു ബിസിനസ് സ്ഥാപിക്കാൻ. നിങ്ങൾ ശ്രമിച്ച് നോക്കിക്കോളൂ. ഞാൻ അതിനെ ആദ്യം സ്വീകാര്യം ചെയ്തു. എനിക്ക് അതൊരു വിവാദത്തിൽ പെട്ടു. ഞാൻ അദ്ദേഹം എഴുതിയതിന് ഞാൻ തപ്പ് പൊട്ടി എഴുതിയപ്പോൾ ആൾക്കാർ പറഞ്ഞത് സത്യമല്ല. പക്ഷെ ശരിക്കും നോക്കുകയാണെങ്കിൽ ബിസിനസ്സുകാർ ചോദിച്ചോളൂ, നമ്മൾക്ക് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഉണ്ടോ? ഇല്ല. ഒരു സിംഗിൾ വിൻഡോയിൽ ആപ്ലിക്കേഷൻ കൊടുത്താൽ കൂടി അത് കഴിഞ്ഞിട്ട് 10-12 വിൻഡോയിലാണ്. നമ്മുടെ വേദിയിൽ അടുത്ത പരിപാടി ശ്രീ P. രാജീവ് പങ്കെടുക്കുന്നതാണ്. ചോദിച്ചോളൂ. അപ്പോൾ ഞാൻ പറയാൻ പോണത്, നമുക്ക് ജെന്യുവൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൊണ്ടുവരും. സിംഗിൾ വിൻഡോ എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരൊറ്റ ക്ലിയറൻസേ പാടില്ല. 12 വേറെ ആൾക്കാർക്ക് കോപ്പി അയച്ചു കൊടുത്തിട്ടല്ല ക്ലിയറൻസ്. അങ്ങനെയാണെങ്കിൽ മാസങ്ങളെടുക്കും. പിന്നെ നമ്മുടെ റെഗുലേഷൻസ്, ഈ റെഗുലേഷൻസ് ഒക്കെ ബ്രിട്ടീഷുകാരന് മുമ്പ് എഴുതിയതാണ്. അപ്പൊ അതിനെ നമ്മൾ മോശമാക്കിയിട്ടുണ്ട്. ഒരു ഫയൽ, ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി 4 പേര് ഒപ്പിട്ടാലേ അവസാന തീരുമാനത്തെത്തുള്ളൂ. ഒരാൾ ഒപ്പിടുന്നു, അതോ കുറെ ആഴ്ചകൾ കഴിഞ്ഞിട്ട് ഒപ്പിട്ട ശേഷം രണ്ടാമത്തെ ആൾക്ക് ഫയൽ എത്തുമ്പോൾ ആളില്ല, ആളൊന്നുമില്ലെങ്കിൽ അവധിയിലാണ്, അല്ലെങ്കിൽ അസുഖമാണ്, അല്ലെങ്കിൽ വേറെ വല്ല ഡ്യൂട്ടിക്ക് അയച്ചിരിക്കണം. ആ ഫയൽ അവിടെ തന്നെ ഇരിക്കും. ഇനിയും ആഴ്ചകൾ പോകും. പിന്നെ 3ാമത്തെ ആൾക്ക് എത്തും, 3ാമത്തെ ആൾക്ക് ഇതേപോലെ. അപ്പൊ അവസാനത്തിൽ വേറെ രാജ്യങ്ങളിൽ 2-3 ദിനം എടുക്കുന്ന തീരുമാനം കേരളത്തിൽ 1 വർഷം 9 മാസമൊക്കെ എടുക്കണം. അപ്പൊ നമ്മൾ ഈ റെഗുലേഷനെ പറ്റിക്കൂടെ? ഏത് തീരുമാനത്തിലും 2 ഉപ്പ് മാത്രം മതിയും തീരുമാനിച്ചൂടെ? ഒരു ഉദാഹരണം, 85% നമ്മുടെ റെഗുലേഷൻസിനെ നമുക്ക് ഒരു AI പ്രോഗ്രാം വെച്ചിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയാണ്. അങ്ങനെ വല്ലതും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ?
ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് പറഞ്ഞ പോലെ ഇവർക്ക് പറയണം, നിങ്ങൾ കേരളത്തിൽ പണം ഇറക്കിയാൽ നിങ്ങൾക്ക് രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പണം നഷ്ടപ്പെടില്ല. ബിസിനസ്സിൽ നഷ്ടപ്പെട്ടാൽ നിങ്ങളത് ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ആ ഗ്യാരണ്ടി വരും, ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ ആദ്യം ഐക്യരാജ്യസഭ വിട്ടപ്പോൾ നമ്മുടെ CPM-ന്റെ ഭരണമായിരുന്നു. ആ കാലത്ത് എന്റെ ചെലവിൽ ഞാൻ ഒരു ജോലി കൊണ്ട് അങ്ങ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല, ഏത് പാർട്ടിയിലും ഉണ്ടായിരുന്നു. ഞാൻ ന്യൂയോർക്കിൽ താമസിക്കുമ്പോൾ എലമരം കരീം ഇൻഡസ്ട്രീസ് മിനിസ്റ്ററും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാരും ന്യൂയോർക്കിൽ വന്നിട്ട് എന്റെ ചെലവിൽ ഞാൻ 40 വ്യവസായികളെ വിളിച്ചു അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ കേൾക്കാൻ. ഞാനൊരു ഡിന്നർ കൊടുത്തു ന്യൂയോർക്കിന്റെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ. അതെല്ലാം ചെയ്ത ശേഷം ഞാൻ ഒരു 10-12 പേരെ വിളിച്ചു നോക്കി. ഇതൊക്കെ നിങ്ങൾ കേട്ടില്ല, നിങ്ങൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരൊറ്റ മനുഷ്യൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എന്താ കാരണം ചോദിച്ചു. അവർ പറഞ്ഞു, കേരളത്തിന്റെ എല്ലാം ഭയങ്കര പൊളിറ്റിക്കലാണ്, ഭയങ്കര പൊളിറ്റിസൈസ്ഡ് ആണ്, ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങളുടെ പണം സേഫ് ആയിരിക്കും കേരളത്തിൽ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് വിചാരിച്ചാലും നമ്മൾ കേരളത്തിൽ ഒരു എഡ്യൂക്കേറ്റഡ് ലേബർ ഉണ്ട്, ബുദ്ധിയും അറിവും കഴിവും എഴുതാനും വായിക്കാനും അറിയുന്ന ആൾക്കാർ നിങ്ങൾക്ക് കിട്ടുന്നത് ഭാഗ്യമല്ലേ. അവർക്കൊരു അവസരം കൊടുക്കും. നല്ലൊരു പരിസ്ഥിതിയാണ് സർക്കാരിന് വെച്ചപ്പോൾ അവർ പറഞ്ഞു, ആ മലയാളികളൊക്കെ ഞങ്ങളുടെ തൊട്ട് ബോർഡറിനെ ക്രോസ് ചെയ്ത് കോയമ്പത്തൂരിൽ പോയി പണം ഇറക്കിയാൽ അവരെ അവിടെയും കിട്ടും. അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. കേരളത്തിൽ ഞങ്ങളുടെ പണം റിസ്ക് ചെയ്യാൻ ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ടാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അതാണ് ഈ CPM സർക്കാർ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇതിനു വേണ്ടി ഞാൻ തപ്പ് കൂട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവര് സർക്കാർ മാറ്റം കൊണ്ടുവരാൻ തയ്യാറാണെങ്കിൽ അവർ ഐഡിയോളജി എന്തായാലും പാർട്ടി ഏതായാലും ഞാൻ അതിന് വേണ്ടി. അതുകൊണ്ടല്ലേ ഈ വർഷം ആരംഭിക്കുന്ന ഒരു വലിയൊരു വിവാദമുണ്ടായിരുന്നു. ഞാൻ കൊച്ചി ചേംബർ ഓഫ് കോമേഴ്സിൽ പ്രസംഗിച്ചു, ഒരു ആർട്ടിക്കിളും ഒരു പത്രത്തിൽ എഴുതി നമ്മുടെ കേരളത്തിന്റെ വളർച്ചയെക്കുറിച്ചും കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് സ്ഥാപിച്ചു പലരും ഈ സർക്കാർ പറയുന്ന എല്ലാ ഫിഗേഴ്സും ശരിയായിരുന്നില്ല. എന്റെ പാർട്ടിയുടെ ആൾക്കാർക്ക് ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ അഭിപ്രായത്തിൽ അവരുടെ ഉദ്ദേശം ശരിയാണ്. അവർ പറയുന്ന പോലെ അവർ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൽ വലിയ വികാസം. അപ്പോൾ കേന്ദ്ര സർക്കാരാണോ കേരള സർക്കാരാണോ ഭരണത്തിൽ കൂടുതൽ മികച്ചു നിൽക്കുന്നതെന്നാണ് താങ്കളുടെ അഭിപ്രായം? അല്ല, ഞാൻ കണ്ടിരിക്കുന്ന വികസനം സത്യം പറയുകയാണെങ്കിൽ കൂടുതൽ കേന്ദ്രത്തിന്റെ ഇടപെടലാണ്. പക്ഷേ അതിലും ചില വിഷയങ്ങൾ ഉണ്ട്. നമ്മൾ സർക്കാരിന് സാധിച്ചതിനേക്കാൾ കൂടുതൽ വികസന കാഴ്ചപ്പാട് മോദി സർക്കാരിന്റെ പല കാര്യങ്ങൾ BJP തുടർന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെ കുറച്ചും കൂടി വലുതാക്കിയിട്ടുണ്ട്. ഉദാഹരണം, മൻമോഹൻ സിംഗിന്റെ സമയത്താണ് ആദ്യം നമ്മൾ ഡയറക്റ്റ് ബെനിഫിറ്റ്സ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് ബാങ്ക് അക്കൗണ്ട് തുറന്ന് പാവപ്പെട്ടവർക്ക്. BJP സർക്കാർ അതിനെ ഒരു ചെറിയ തുകയായിട്ട് ജൻധൻ ആക്കിയിട്ടിപ്പോൾ കോടിക്കണക്കിന് ആൾക്കാരുടെ അക്കൗണ്ട്സ് തുറന്നിട്ടുണ്ട്. അതൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ വളർച്ചയുടെ ശതമാനം UPA സർക്കാരിന് കൂടുതലായിരുന്നു. പക്ഷേ 1-2 കാര്യങ്ങൾ, ഈ നോട്ട് നിരോധനം ഭയങ്കര ഒരു അപകടമായിരുന്നു. അതിന് കാരണം നമുക്ക് ഒരു വീഴ്ച വന്നു. കോവിഡ് സമയത്ത് നമുക്ക് വീണ്ടും ഒരു വീഴ്ച വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും വളർച്ച കൂടുന്നെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഒരു പ്രശ്നം ഇന്ത്യയിലുള്ളത് വളർച്ചയില്ലായ്മയല്ല. എന്താണ് നമ്മുടെ പ്രശ്നം? ഈ വളർച്ചയോടൊപ്പം തൊഴിൽ കിട്ടേണ്ട ആൾക്കാർക്കാണ്. അത് നമ്മുടെ ഭരണ സമയത്തും പിന്നെ BJPയുടെ ഭരണ സമയത്തും തൊഴിൽ ഇല്ലായ്മ നമുക്ക് 100% മാറ്റാൻ സാധിച്ചിട്ടില്ല. അതിലാണ് നമ്മുടെ ശ്രദ്ധ കുറച്ച് കൂടുതൽ. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ, നമുക്കൊരു ഭയങ്കര റിലയൻസ് ഉണ്ടായിരുന്നു ടെക്നോളജി. IT മേഖലയിൽ നല്ലൊരു വളർച്ച വന്നിട്ട് നമുക്ക് വലിയ സന്തോഷം തോന്നി. പക്ഷേ ഈ IT മേഖലയിൽ എന്ത് പറ്റിയിരിക്കുന്നത്, ചില നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്ന തൊഴിലുകൾ AI വന്ന ശേഷം ആ തൊഴിലിന്റെ ആവശ്യത്തിന് മനുഷ്യന്മാരെ ആവശ്യമില്ല ഈ തൊഴിൽ ചെയ്യാൻ. സോഫ്റ്റ്വെയറിനെ ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിൽ അപ്ഡേഷൻ ചെയ്യാനുള്ള അത്യാവശ്യമായ ഒരു കാലമാണ്. അതിനുള്ള നെസസറി പരിഹാരങ്ങൾ നമ്മൾ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മുഴുവൻ ചെയ്യണം. ഇതിൽ കേരളത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ സെക്ടർ ഉണ്ട്. നമുക്കൊരു വേഗം ചില മാറ്റങ്ങൾ കൊണ്ടുവന്ന് എല്ലാ സ്കൂളുകളിലും കോളേജിലും AI കോഴ്സസ് കൊണ്ടുവന്നിട്ട് ചില പുതിയ സ്കിൽസ് പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കും മറ്റേ സംസ്ഥാനങ്ങളുടെ മുമ്പ്. പക്ഷെ അതുവരെ നമ്മൾ എത്തിയിട്ടില്ല. അതുപോലെ എല്ലാ സൂചികകളിലും കേരളം ഇപ്പോൾ നിൽക്കുന്നത്, ഇന്ത്യയിലെ ദേശീയ സൂചികകൾ കേരളം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കൂടി ഡേറ്റ ഇതിന് മറുപടി നൽകുന്ന ഒന്നാണ്. പക്ഷെ അതിലേക്കല്ല ഞാൻ സമയപരിമിതി കാരണം ഒരുപക്ഷെ എല്ലാവർക്കും കൂടുതൽ വ്യക്തത ആവശ്യമുള്ള വിഷയം, കോൺഗ്രസും താങ്കളും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അത് എന്നോട് മാത്രം ചോദിക്കണ്ട, നിങ്ങൾ അവരോടും ചോദിച്ചോളൂ. പാർട്ടി നേതൃത്വം അവരും നിങ്ങളും ആയോ? അവരും നിങ്ങളും ആയോ? അല്ല, അങ്ങനെയല്ല. ഞാൻ നേതൃത്വത്തിന്റെ ഒരു ഭാഗമാണെന്ന് ഞാൻ പറയാൻ അത്ര ധൈര്യം തോന്നുന്നില്ല. കാരണം എനിക്ക്
ഏത് പ്രത്യേക സ്ഥാനം പാർട്ടി നൽകിയിട്ടില്ല. ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. പക്ഷെ ആ വർക്കിംഗ് കമ്മിറ്റി കൂടുമ്പോൾ 200 പേരാണ് ഉണ്ടാവുക മുറിയിൽ. അതിന് വലിയൊരു നേതാവിൻ്റെ ഒരു സ്റ്റാൻഡിങ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കോൺഗ്രസിൻ്റെ ഒരു MP ആണ്. എനിക്ക് അതിനൊപ്പം ചില അവകാശങ്ങളുണ്ട്. ഞാനൊരു ജനപ്രതിനിധിയാണ്. ജനങ്ങൾ തരുന്ന ചില അവകാശങ്ങളുണ്ട്. പാർട്ടിക്ക് എന്നെ വല്ല ആവശ്യമുണ്ടെങ്കിൽ അവർ പറയുമല്ലോ, പറയട്ടെ. കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഇപ്പൊ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല പാർട്ടിയും ശ്രീ ശശി തരൂരും തമ്മിൽ. എന്നൊപ്പം സംസാരിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? താങ്കൾക്കുണ്ടോ? താങ്കൾ എപ്പോഴും തരൂരിന്റെ ലോകം പറഞ്ഞ രാഷ്ട്ര ലോകം മാത്രമല്ല, ഞങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠയുള്ള കാര്യം അതാണല്ലോ. അത് ശരി. അല്ല, എന്റെ ലോകത്തിൽ എഴുത്തുണ്ട്, പുസ്തകങ്ങളുണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, വേറെ ജീവിതമുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇതിനെക്കുറിച്ച് നിങ്ങൾ എല്ലാ രാഷ്ട്രീയം മാത്രം പറഞ്ഞാൽ മതിയോ? രാഷ്ട്രീയം അത്ര മോശമാണോ? മോശമല്ല, പക്ഷെ അതുകൊണ്ടൊരു മനുഷ്യന്റെ നമ്മളെപ്പോഴും പറയില്ലേ, ജീവിതത്തിൽ പല കാര്യങ്ങളും എപ്പോഴും വേണം. ഏത് മനുഷ്യനും കേട്ടോ, രാഷ്ട്രീയക്കാരും മനുഷ്യന്മാരാണല്ലോ. അപ്പോ ഇഡ്ഡലി എത്ര ഇഷ്ടപ്പെട്ടാലും അതിനൊപ്പം ചട്നി, സമ്മന്തി, സാമ്പാറോ ഒക്കെ വേണമല്ലോ. അതുപോലെ തന്നെ ജീവിതം. അപ്പൊ നമ്മളുടെ ലോകത്തിൽ പല കാര്യങ്ങളും ആവശ്യമുണ്ട്. അതും ഇല്ലെങ്കിലും എനിക്ക് സന്തോഷമില്ല. ഞാൻ പറയണത്, ഞാൻ എനിക്ക് എഴുത്തില്ലെങ്കിൽ ഞാൻ ശരിക്കും ഒരു വ്യക്തി ആയിരിക്കില്ല. കാരണം എനിക്ക് അത് ഒരു അത്യാവശ്യ കാര്യമാണ്. അഥവാ ദിനത്തിൽ ചില രാഷ്ട്രീയ ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ കൂടി രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് കമ്പ്യൂട്ടറിന് മുമ്പ് ഇരുന്ന് എഴുതുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടുന്നത് വേറെ ഏതിലും. ഓക്കെ, അപ്പോ ഞാൻ ഈ നേരിട്ടുള്ള രാഷ്ട്രീയം അല്ലാതെ ഇപ്പൊ പ്രചരിക്കുന്ന കുറച്ച് ഗോസിപ്പ് തിയറികളിൽ കൂടി താങ്കളൊരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചേക്കാം. അതായത് UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് വീണ്ടും ശശി തരൂരിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ കേന്ദ്ര സർക്കാരിനുണ്ട് എന്നൊരു ഗോസിപ്പ് തിയറി ഉണ്ട്. അതിന് സാധ്യതയുണ്ടോ? അയ്യോ, എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് UN കുറെ വർഷങ്ങളായിട്ടുള്ളത് എന്താണ്, 10 വർഷം ഓരോരു കോണ്ടിനെന്റ് ടേണാണ്. അപ്പോൾ ഞാൻ 2006 മത്സരിക്കാനുള്ള കാരണം എല്ലാവരും അഗ്രി ചെയ്തു, അത് ഏഷ്യ കോണ്ടിനെന്റ് ടേണാണ്. അപ്പോൾ മൻമോഹൻ സിംഗ്ജി പറഞ്ഞു നമുക്ക് ഒരു സ്ഥാനാർത്ഥി മുന്നോട്ട് വെച്ചുകൊണ്ട്, അങ്ങനെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ബാൻ കി മൂൺ ജയിച്ചു, ഏഷ്യയുടെ ടേൺ പൂർത്തിയായി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാമല്ലോ യൂറോപ്പിന്റെ ടേൺ കഴിയുന്നു. ഇത് കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ലാറ്റിൻ അമേരിക്കയുടെ ടേൺ. അതിന്റെ അർത്ഥം സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന, അല്ലെങ്കിൽ പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ചില ഭാഗത്ത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ആ സൗത്ത് അമേരിക്കൻ ഭാഗത്തെ ഒരു രാജ്യത്തിന്റെ ഒരു പ്രതിനിധിയായിരിക്കും ജയിക്കാൻ പോകുന്നത്. ഒരു കാര്യം പക്ഷെ നമുക്ക് മനസ്സിലാവും, ഈ റൂൾ ഒരു ഇൻഫോർമൽ റൂളാണ്, ഇവിടെ എഴുതി വെച്ചിട്ടില്ല. അതിനെ എൻഫോഴ്സ് ചെയ്യാൻ ഒരു പെർമനന്റ് മെമ്പറിന്റെ വീറ്റോ ആവശ്യമുണ്ട്. അപ്പോൾ ചൈന ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റാൻഡ് എടുത്തു, ഏത് നോൺ ഏഷ്യൻ സ്ഥാനാർത്ഥി വന്നാലും ഞങ്ങൾ വോട്ട് ചെയ്യും ഇതിന്. കാരണം ഏഷ്യയുടെ ടേൺ തന്നെയാണ്, അതുകൊണ്ട് ഏഷ്യക്ക് തന്നെ കൊടുക്കണം. ഇത് അങ്ങനെയാണ് സ്റ്റാൻഡ് എടുത്തു ചൈന. അപ്പൊ ഞാൻ മത്സരിക്കുന്ന സമയത്ത് ലാറ്റ്വിയ രാജ്യത്തിന്റെ രാഷ്ട്രപതി ഒരു മഹിളയായിരുന്നു, വൈക്ക ഫ്രീബർഗ. അവര് മത്സരിച്ചു. ചൈന സ്പഷ്ടമായിട്ട് അവരെതിരെ വോട്ട് ചെയ്ത് വീറ്റോ ചെയ്ത് നിർത്തിയത്. പല ഏഷ്യക്കാർ മാത്രമേ പാടുള്ളൂ എന്നാണ് അതിന്റെ സ്റ്റാൻഡ്. അതുപോലെ ലാറ്റിൻ അമേരിക്ക വേണ്ടി വീറ്റോ ചെയ്യാൻ ആരുമില്ല. അമേരിക്കയ്ക്ക് ചെയ്യായിരുന്നു, പക്ഷെ അമേരിക്ക പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല എന്നാണ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഒരു നോൺ ലാറ്റിന് വരാനുള്ള സാധ്യത കാണാം. പക്ഷേ ശരിക്കും നമ്മുടെ ഒരു ഇന്ത്യ രാജ്യമായിട്ട് നമ്മൾ ഈ കൺവെൻഷനിൽ പങ്കെടുത്ത കാരണം എനിക്ക് തോന്നുന്നില്ല ഒരു ഇന്ത്യൻ സർക്കാർ വീണ്ടും ഒരു സ്ഥാനാർത്ഥിയാകും. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് നിയോഗത്തിന് താങ്കൾക്ക് താല്പര്യമുണ്ടോ? ഇല്ല, ഞാൻ അതെല്ലാം ആ മേഖല വിട്ടു വന്ന ശേഷം എനിക്ക് 3-4 തവണ ഒരു അവസരം വന്നു UN വീണ്ടും ഒരു അണ്ടർ സെക്രട്ടറി ജനറൽ സ്ഥാനം പോലെ, അല്ലെങ്കിൽ അതിനും കാട്ടി ചെറിയ വലിയൊരു ഏജൻസിയുടെ ഹെഡായിട്ട് മത്സരിക്കാനോ ഇറങ്ങാനോ എന്റെ പേര് സബ്മിറ്റ് ചെയ്യാനോ ഞാൻ എല്ലാവരും വേണ്ട പറഞ്ഞു. അതിന്റെ കാരണം ഒറ്റ മാത്രമായിരുന്നു, ഞാൻ കുറെ കാര്യങ്ങൾ ഗിവപ്പ് ചെയ്തിട്ടാണ് അന്താരാഷ്ട്രീയ ജീവിതം വിട്ടിട്ട് തിരിച്ചു വന്നത്. ഞാൻ ഭാരതത്തിൽ ഒരു സീരിയസ്നോട് ഇറങ്ങുകയാണെങ്കിൽ എന്റെ പൂർണ്ണ കമ്മിറ്റ്മെന്റ് ഈ രാജ്യത്ത് തന്നെ ഉണ്ടാകും. കേരളം എന്റെ കർമ്മഭൂമിയാണ്, എന്റെ മനസ്സും ഇവിടെ തന്നെയാണ്. ഞാൻ എന്റെ അവസാനത്തെ വീട് കെട്ടുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പൊ അതായിരിക്കും എന്റെ അവസാനത്തെ. അപ്പൊ എന്റെ അടുത്ത ചോദ്യം കിട്ടി. അടുത്ത ഗോസിപ്പ് തിയറി ഞാൻ കേട്ടത് നേമത്ത് കോൺഗ്രസ് നിയമസഭാ സ്ഥാനാർത്ഥിയായി ശ്രീ ശശി തരൂരിനെ കൊണ്ടുവരുന്നു, കേരളത്തിൽ ഒരു സർപ്രൈസ് CM കാൻഡിഡേറ്റ് ഉണ്ടാവുന്നതാണ്. അതിന് സാധ്യതയുണ്ടോ? അത് ഞാൻ ആദ്യത്തെ തവണ കേൾക്കുകയാണ്. ആരും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ മനോരമയിലല്ലേ ചിലപ്പോൾ ആദ്യത്തെ വാർത്ത വരിക. അങ്ങനെ ആയാലോ? എനിക്കറിയില്ല.
കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നൊരു നോക്കൂ, സാധ്യത? ഞാൻ ഒരിക്കലും ഒരു സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് ചിലവര് എപ്പോഴും പറയും UN-ലൊക്കെ ഒരൊറ്റ വ്യക്തിയുള്ളൂ ഇതുവരെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാത്തൊരു വ്യക്തി ഞാനാണ്. UN കരിയറിലെ എല്ലാ ജോലിയും ഞാൻ 29 വർഷം പ്രവർത്തിച്ചു. ഒരിക്കലും ഒരു ജോലിക്ക് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. ആൾക്കാർ വന്നിട്ട് എന്നെ ആവശ്യപ്പെട്ടത്. താങ്കളുടെ ആഗ്രഹം ഞാൻ പറയട്ടെ, കാരണം ഞാൻ പറയട്ടെ, എനിക്ക് സ്ഥാനമല്ല പ്രാധാന്യം. അവസാനത്തെ മനുഷ്യൻ ഒന്നനെയാണ്. എന്ത് ടൈറ്റിൽ കൊടുത്താലും ആ ടൈറ്റിൽ നാളെ മാറുമല്ലോ. ഞാൻ ഇപ്പോഴും മുൻ മന്ത്രിയായി കഴിഞ്ഞു, ഒരു ദിവസം മുൻ MP ആണ്. പക്ഷെ ഞാൻ ശശി തരൂരായിട്ട് ഇരിക്കും. അതാണ് എന്റെ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ആ എഴുത്തുകാരും അത് മാറില്ലേ, എഴുത്തും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതുപോലെ തന്നെ ഒരു സ്ഥാനമോ ഒരു പൊസിഷനോ ഒരു ടൈറ്റിലല്ല, പക്ഷെ ഒരു ഉത്തരവാദിത്വം, ഒരു ചുമതല, അതിനൊപ്പം ഒരു ചാലഞ്ച്. എന്താണ് വെല്ലുവിളി? നമ്മുടെ കേരളത്തെ നന്നാക്കാനാണോ, അല്ലെങ്കിൽ രാജ്യത്തെ വിദേശ കാര്യങ്ങൾ നോക്കാനാണോ, അല്ലെങ്കിൽ വേറെ വല്ല ഒരു അവസരമാണോ? അങ്ങനെ ഒരു ചാലഞ്ച് വന്നാൽ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും, അത് മലയാളികളും ഭാരതീയർക്കും വേണ്ടിയിട്ട് പലതും ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ഒരിക്കലും ഓടിപ്പോയില്ല. എനിക്ക് ഇതുവരെ വന്ന ചാലഞ്ചസും ഇതുവരെ വന്ന ഓരോരോ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഷെയർ ചെയ്യാതെ അതിനെ ഞാൻ സ്വീകരിച്ച് എന്റെ ആത്മാർത്ഥതയോടെ ഞാൻ അതിനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് ചാലഞ്ച് വന്നാലും ഞാൻ തയ്യാറാവും അതിന് വേണ്ടിയിട്ട്. പക്ഷെ ഇതുവരെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നെ ഇതാക്കും, എന്നെ അതാക്കും, എനിക്ക് ഈ സ്ഥാനം തരും, ഈ ടൈറ്റിൽ തരുന്നു. ഇതുവരെ ചെയ്തിട്ട് ഞാൻ ചെയ്യാനും പോകുന്നില്ല. കോൺഗ്രസ്മാരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ സത്യം പറയുകയാണെങ്കിൽ എന്റെ പാർട്ടി എന്നോട് പ്രത്യേകിച്ചൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അവർക്ക് എന്റെ കഴിവ് അറിയുമെന്ന് വിചാരിക്കുന്നു. അവർക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം അവർക്ക് അറിയുള്ളൂ. അത് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട്, എനിക്ക് ചോദിക്കാൻ അവകാശമില്ല. പക്ഷെ അഥവാ എന്റെ പാർട്ടി വന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കും. കാരണം നിങ്ങൾ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നെയും കാട്ടി കൂടുതൽ പ്രചരണം ഒരു കോൺഗ്രസ് നേതാവിനും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞാൻ 56 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇറങ്ങി. 56 കാസർഗോഡ് മുതൽ പാറശാല വരെ എന്റെ സാന്നിധ്യം, എന്റെ പ്രസംഗം, എന്റെ ഇറക്കം, എന്റെ സ്വന്തം ചെലവ് കേട്ടോ. ഞാൻ പാർട്ടിയിൽ നിന്ന് ഒരു പൈസ എടുത്തിട്ടില്ല. ഞാൻ അത് ചെയ്തിട്ടുണ്ട്. 2016 തെരഞ്ഞെടുപ്പിലും ഞാൻ ഇറങ്ങി. പക്ഷേ പ്രത്യേകിച്ച് 21 തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം പ്രചരണം ചെയ്താൽ കോവിഡും കൂടി കിട്ടി. അതിന്റെ കാരണം അതുകൊണ്ട് എനിക്ക് ചില വിഷമങ്ങളുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. പക്ഷെ എനിക്ക് UDFന്റെ വിജയത്തിന് വേണ്ടി ചെയ്യാനുള്ളത് ഞാൻ ഒരിക്കലും ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാൻ കൂടി. എന്തായിരിക്കും കഴിഞ്ഞ തവണ ജയിക്കാതെ പോയത്? ഇത്തവണ അധികാരത്തിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ? സാധ്യതയില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങും. സാധ്യതയൊക്കെ കാണും. പക്ഷെ അവസാനത്തിൽ നമ്മുടെ സന്ദേശം എന്തായിരിക്കും, നമ്മുടെ സ്ഥാനാർത്ഥികളായിരിക്കും, നമുക്കൊരു മുഖം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഇതെല്ലാം ചോദിക്കുമ്പോൾ ശ്രീ ശശി തരൂർ ഇത്രയും സജീവമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ടാകുന്നു. അതാണ് എന്റെ ഉദ്ദേശം. അത് പാർട്ടി ആവശ്യപ്പെട്ട പോലെ നമുക്ക് തീരുമാനിക്കാം. കേരളത്തിലെ പാർട്ടിയായിട്ടും നല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല, കേരളത്തിലെ പാർട്ടിയുമായും നല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ പല നേതാക്കളുണ്ട്, പ്രവർത്തകരുമുണ്ട്. നമ്മുടെ ഓരോരോ ഏരിയയിൽ ഞാൻ എവിടെ പോയാലും എനിക്ക് കോൺഗ്രസ് പാർട്ടിയിലകത്തും മറ്റേ പാർട്ടികളിലും ചില സുഹൃത്തുക്കളുണ്ട്. അവരുടെ സ്നേഹം കാണുമ്പോൾ എനിക്കൊരു സംശയമില്ല, എനിക്ക് ജനങ്ങളോടൊപ്പം ഇറങ്ങാനും സംസാരിക്കാനും ബുദ്ധിമുട്ടില്ല. പക്ഷേ രാഷ്ട്രീയം ചെയ്യുന്നവർ മാത്രമല്ല, ഞാൻ എപ്പോഴും കാണുന്നത് കേരളത്തിൽ സാധാരണക്കാര് പലവരും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗങ്ങളും ആയിരിക്കില്ല. ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യും, അവരുടെ കുടുംബം, അവരും അതുപോലെ വോട്ട് ചെയ്യും. പക്ഷെ പലവരും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടോ ഒരു ഐഡിയോളജിക്ക് വേണ്ടി നിൽക്കുന്നവരല്ല. അവർക്ക് ഈ രാജ്യത്തിനെയും ഈ നാടിനെയും മെച്ചമാക്കണമെന്നൊരു ആഗ്രഹം മാത്രമുണ്ട്. അതിൽ പലവരുമുണ്ട്. അത് ഏത് നഗരത്തിലോ ഏത് ജില്ലയിൽ പോയി കണ്ടാലും ആൾക്കാർ എൻ്റെ അടുത്തൊന്ന് പറയും, ഞങ്ങൾ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കില്ല, പക്ഷെ ഞങ്ങളിപ്പോൾ ഇറങ്ങൂ, നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ഈ നാട് നന്നാക്കാൻ നിങ്ങളെ പ്രതീക്ഷിക്കുന്നു പറയുമ്പോൾ എനിക്ക് ഒറ്റ തോന്നൽ മാത്രമാണ്, ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ മറക്കരുത്. നമ്മുടെ പാർട്ടി നേതാക്കളും പാർട്ടി പ്രവർത്തകരെയും അവർക്ക് വില കൊടുക്കണം. അവരാണ് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഏത് പാർട്ടിയും. പക്ഷെ അതിന്റെ ഒപ്പം സാധാരണ ജനങ്ങള്, സാധാരണ പൗരന്മാര്, സാധാരണ വോട്ടേഴ്സ്, സാധാരണ നമ്മുടെ രാജ്യത്തിന്റെ വ്യക്തികള്, അവർക്ക് നമ്മളൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണ്ടേ, അവർക്ക് നല്ലൊരു ഇത് ഉണ്ടാക്കണ്ടേ. ഈ കുട്ടികള് എത്ര ചെറുപ്പക്കാരാണ് നമ്മുടെ സംസ്ഥാനം വിട്ടുപോകുന്നത്, വേറെ സംസ്ഥാനങ്ങൾക്കും വേറെ രാജ്യങ്ങൾക്കും. പക്ഷെ അതും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ സാധിക്കില്ല. നമ്മൾ ഉണ്ടാകുന്ന റെമിറ്റൻസസ് ജീവിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഗൾഫ് ഭൂമി 50 വർഷമായിട്ട് ഗൾഫ് ഭൂമി നമുക്ക് നല്ല ലാഭമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങളും പുതിയ തലമുറ ജനിച്ച് വളരുന്നത്, അവരിപ്പോ മുമ്പ് മലയാളികൾ മാത്രമേ ചെയ്യാൻ തയ്യാറാകുന്ന ജോലികൾ അവർ ചെയ്യാൻ തയ്യാറാണ്.
അവർക്ക് എന്തുകൊണ്ട് കൊടുക്കില്ല? അവരവിടുത്തെ പൗരന്മാരാണ്, അവർ ചെയ്യട്ടെ. അപ്പോൾ നമ്മളുടെ സാധ്യതകൾ ചുരുങ്ങി വരാൻ പോവുകയാണ്. പണ്ട് കാലത്തെ പോലെ എല്ലാറ്റിനും വിദേശത്തെ പൂച്ച കൊടുക്കാൻ സാധിക്കും. നമ്മൾക്ക് ഇവിടെ കേരളത്തിൽ സാധ്യതകൾ ഉണ്ടാക്കണം. അതാണ് നല്ലൊരു വിഷൻ അക്കാര്യത്തിൽ ശ്രീ ശശി തരൂരിനുണ്ട്. പിണറായി വിജയനെ പോലെ ചരിത്രപരമായ ആദ്യമായി തുടർഭരണം കിട്ടിയ ഒരു മുഖ്യമന്ത്രിയെ നേരിടാൻ കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെ ഒറ്റ പേരില്ലാതെ പോകുന്നത് ബുദ്ധിയാണോ? അല്ല, എന്റെ അഭിപ്രായത്തിൽ ഞാൻ നേതാക്കളോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വ്യക്തി ആരായാലും ഒരു വ്യക്തിയെ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ബുദ്ധിയാണ്. ഈ കാലത്തിൽ ജനങ്ങൾക്കിപ്പോൾ അത്ര ഐഡിയോളജിയും കാര്യങ്ങളും അല്ല അത്രത്തോളം അവർ മനസ്സിലുള്ളത്. അവർക്ക് ആവശ്യമുള്ളത് ഇവർ ജയിച്ചാൽ ആരാണ് നമ്മളെ ഭരിക്കാൻ പോകുന്നത്, ആരാണ് ഈ നാട്ടിൽ ഇരിക്കാൻ പോകുന്നത്, ആരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ഞാൻ കാണുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അത് സ്പഷ്ടമായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? തമിഴ്നാട്ടിൽ ചിലപ്പോൾ ജയലളിതയുടെ പേരും അവരുടെ സിമ്പിൾ മാത്രമേ ആവശ്യമുണ്ടായിരുന്നല്ലോ. ആരാണ് ലോക്കൽ സ്ഥാനാർത്ഥിയെന്ന് കൂടെ അറിഞ്ഞില്ല. അതുപോലെ തന്നെ ബംഗാളിൽ ഇപ്പോൾ TMC ജയിക്കുന്നത് മമതാ ബാനർജിയുടെ പേരിലാണ്. ഏത് സ്ഥാനാർത്ഥി ആയാലും സ്ഥാനാർത്ഥി മാറ്റിയാൽ കൂടി മമതാ ബാനർജിയുടെ പേരിലാണ് വോട്ട് ആവശ്യപ്പെടുന്നത്. അത് അങ്ങനെ നമ്മുടെ ജനങ്ങളുടെ ഒരു രീതി അങ്ങനെ ആയി. അതിനെക്കുറിച്ച് കേരളത്തിൽ പഠിപ്പുണ്ട്, അറിവുണ്ട്, നമ്മൾ ഐഡിയോളജി ഒക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. നമ്മൾക്ക് പിന്നെ ഓരോരോ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാമെന്നൊക്കെ പറയാം. പക്ഷെ സത്യമാണ്, അവർക്കറിയാം CPM വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്, BJP വന്നാൽ ആരാണെന്ന് അറിയാം, കോൺഗ്രസ് വന്നാൽ ആരാണെന്ന് അറിയുമോ? ഇതാണ് ചോദ്യം. താങ്കൾക്ക് ഒരു പേര് പറയാനുണ്ടോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി? ഇല്ല, ഞാൻ പറയില്ല. ഇല്ല, ആ കളിയിൽ ഞാൻ ഇറങ്ങുന്നില്ല. ഇത് കോൺഗ്രസ് നേതൃത്വം തന്നെ തീരുമാനിക്കട്ടെ. പക്ഷെ ഒരു തീരുമാനം ഗുണം ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം. ഒരു ചോദ്യത്തിനോ ഒന്നോ രണ്ടോ ചെറിയ ചോദ്യങ്ങൾക്കുള്ള അവസരം ഉണ്ടാവും. നേരിട്ടുള്ള ഷാനി ചോദിച്ച ചോദ്യങ്ങള് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടാണ്. സർ പ്രത്യേകം ചോദിച്ചു ലിറ്ററേച്ചറുമായി യു റൈറ്റ് ആൻഡ് ഇത് ഷാനി ചോദിച്ച ചോദ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട ചോദ്യമൊന്നുമല്ല, പക്ഷെ ചോദ്യം കുറച്ച് വലുതായിരിക്കും. സർ, എനിക്ക് ചോദിക്കാനുള്ളത് സാറിന്റെ ഓക്സ്ഫോർഡ് യൂണിയനിലെ സാറിന്റെ പ്രസംഗത്തിൽ, അതിൽ മാത്രമല്ല പല പ്രസംഗങ്ങളിലും സാർ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ സാർ പറഞ്ഞ ഒരു വലിയ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യ വാസ് Britain's biggest cash cow. No? All right. So there is a narrative that's been taught and told to us for the past 78 years that നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനെ കുറിച്ച് ഒരു നറേറ്റീവ് ഇത്ര നാളും കഴിഞ്ഞ 78 years ആയിട്ട് നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ ഒരു പുസ്തകം ഞാൻ വായിച്ചൊരു പുസ്തകമാണ് ഹിഡൻ ലൈവ്സ് എന്ന് പറയുന്ന സൈമൺ ഗാർഫീൽഡിന്റെ പുസ്തകത്തില്. അതില് അവര് പോസ്റ്റ് വേൾഡ് വാറിന് ശേഷം, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം 1945 ഒരു മാസ് ഒബ്സർവേഷൻ പ്രോജക്ട് എന്ന് പറഞ്ഞൊരു പ്രോജക്ട് ഉണ്ടാക്കുകയും ബ്രിട്ടനിലെ ഒരു 200ഓളം ആളുകളുടെ സാധാരണ ആളുകളുടെ ചെയ്തോട്ടെ, സമയം നമുക്ക് സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ, കാരണം എന്ത് ചോദിക്കുക എല്ലാ പുസ്തകവും സാറ് വായിച്ചിട്ടുണ്ടാവും. ഇത് അങ്ങനത്തെ ചോദ്യമല്ല, ദിസ് ഇസ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. ഓൾറൈറ്റ്. സോ ആ പുസ്തകത്തിൽ ഈ 200 പേരിൽ നിന്ന് 5 പേര് പെട്ട ആളുകളുടെ 5 ഡയറി കുറിപ്പുകൾ ചേർത്ത് വെച്ചിട്ടാണ് ആ ഹിഡൻ ലൈഫ്സ് എന്നൊരു പുസ്തകം നൽകിയത്. ആ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ആഫ്റ്റർ വേൾഡ് വാർ, പോസ്റ്റ് വേൾഡ് വാർ, ഇന്ത്യ ബ്രിട്ടന്റെ ഒരു ഇക്കണോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇക്കോണമി ഹാസ് കൊളാപ്സ്ഡ്. ഓൾസോ ദ ആർമി ഹാസ് ഓൾസോ കൊളാപ്സ്ഡ്. സോ India became the most expensive liability for the Britain is what's been written. പക്ഷേ നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ നമ്മൾക്ക് ഇത്ര നാളും വെച്ചിരിക്കുന്ന ഒരു നറേറ്റീവ്, ഇപ്പൊ ഈ ഹിസ്റ്ററി ഇപ്പൊ പോലും NCERT സിലബസിലൊക്കെ സോ ഇത്രയേ ഉള്ളൂ. ഇൻ ഷോർട്ട്, നമ്മൾക്ക് വച്ചിരിക്കുന്ന ഒരു നറേറ്റീവിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഹിസ്റ്ററി കുറച്ചുകൂടി കൂടുതൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഈ നറേറ്റീവിൽ ഒരു തെറ്റുണ്ട് എന്ന് പറയാൻ പറ്റും. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇഫ് യു ആർ നോട്ട് വിത്ത് ദി കോൺഗ്രസ് പാർട്ടി, ഹൗ ഡു യു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ? ശരി, നിങ്ങൾ പറഞ്ഞതിൽ സത്യം തന്നെയാണ്. കാരണം 1945 ബ്രിട്ടൻ ആ യുദ്ധം തോറ്റപ്പോൾ ഭയങ്കര പൊളിഞ്ഞുപോയ സ്ഥിതിയിലായിരുന്നു രാജ്യം. അതിൻ്റെ ഒപ്പം നമ്മുടെ രാജ്യത്തിൽ ഒരു സ്പഷ്ടമായ ഒരു എതിർപ്പുണ്ടായിരുന്നു ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുന്നില്ല, നമ്മുടെ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റും മാസ് സബ്സേഷനും ഒക്കെ ഉണ്ടായിരുന്നത് മാത്രമല്ല, അതിനൊപ്പം റോയൽ ഇന്ത്യൻ നേവിയിൽ ഒരു മ്യൂട്ടിനി ഉണ്ടായിരുന്നു. അവർ ചില കപ്പലിന്റെ തോക്കെടുത്തിട്ട് ബോംബെ പോർട്ടിലും കൂടി വെടിവെച്ചു. സർദാർ പട്ടേലൊക്കെ പോയി എഴുപറ്റിട്ടാണ് ഇതിനെ നിർത്താൻ സാധിച്ചത്. അതിന്റെ അർത്ഥം ബ്രിട്ടൻ അഥവാ ഇന്ത്യയെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് 2 ലക്ഷം സോൾജേഴ്സിനെ അയക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അവരത്ര നമ്മുടെ
ഭാരതം മൊത്തം ആകെ 1,00,000 സോൾജേഴ്സ് ഉണ്ടായിരുന്നു യുദ്ധസമയത്തും കൂടി. അപ്പോ അതിനുള്ള കാശ് ഈ പൊളിഞ്ഞുപോയ ബ്രിട്ടൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് സത്യം തന്നെയാണ്. 1945-ലും 1946-ലും അവർ തീരുമാനം എടുക്കാൻ കാരണം. അതുകൊണ്ട് നമുക്കിതോടെ അവസാനിപ്പിക്കാനൊന്നും നിവൃത്തിയില്ല. വളരെ നന്ദി. താങ്കളുടെ കാഴ്ചപ്പാടുകൾ, ഇപ്പോൾ ഉയർന്ന ഒരുപാട് സംശയങ്ങൾ എല്ലാത്തിനും ഇനിയൊരു ഗോസിപ്പിനിടയില്ലാത്ത വിധം മറുപടി നൽകിയതിൽ നന്ദി. താങ്ക് യു. മനോരമ ഗോസിപ്പിലാണോ അപ്പൊ ഈ കാലത്ത്? എന്താണ് പുതിയൊരു പറഞ്ഞു ആരെങ്കിലും മനോരമ ഗോസിപ്പിൽ പറഞ്ഞു എന്റെ ശരി. എനിവേ, സംസാരിച്ച് വലിയ നന്ദി. എൻജോയ് ദിസ്. താങ്ക് യു വെരി മച്ച്. നന്ദി. നമ്മുടെ വിശിഷ്ട അതിഥി ശശി തരൂർ സാറിനുള്ള